ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ആണവ പ്രതിരോധ ശേഷി അളക്കപ്പെടുന്നത് അതിന്റെ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി അഥവാ തിരിച്ചടിക്കാനുള്ള ശേഷിയിലൂടെയാണ്. പ്രതിരോധ രംഗത്ത് നോ ഫസ്റ്റ് യൂസ് എന്നതാണ് ഇന്ത്യയുടെ ആണവ നയം. എന്നാൽ നമ്മുടെ രാജ്യത്തിന് നേർക്ക് ഒരു ആണവ ആക്രമണം ഉണ്ടായാൽ തിരിച്ചുള്ള ആണവ ആക്രമണത്തിന് കൃത്യത ഉണ്ടാകും. അത് ഉറപ്പായും ലക്ഷ്യത്തിൽ പതിക്കുക തന്നെ വേണം. അതിനായി ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വിദഗ്ധമായി മറികടക്കണം. ഈ രംഗത്ത് ഒരു അപൂർവ നേട്ടത്തിന്റെ അരികിലാണ് ഇപ്പോൾ ഇന്ത്യ. തന്ത്രപ്രധാന മിസൈലുകളായ അഗ്നി പരമ്പരയിലെ മിസൈലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ അഥവാ പെനട്രേഷൻ എയ്ഡ് സംവിധാനമായ മിഥ്യ വികസിപ്പിക്കുകയാണ് ഇന്ത്യ. നമ്മുടെ സൈനിക പ്രതിരോധ ശേഷി കൂടുതൽ കരുത്തുറ്റതാക്കുന്ന അത്യാധുനിക സംവിധാനമാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിക്കുന്ന മിഥ്യ എന്നത്. ശത്രുരാജ്യങ്ങളുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധങ്ങളെ കബളിപ്പിച്ച് ഇന്ത്യയുടെ മിസൈൽ വാർഹെഡുകൾ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ദൗത്യം. സംസ്കൃതത്തിൽ മിഥ്യ എന്നാൽ പൂർണ്ണമായും സത്യമല്ലാത്ത എന്നാൽ സത്യമെന്ന് തോന്നിക്കുന്ന ഒരു മിഥ്യാബോധം എന്നാണ് പറയുന്നത്. ആ ആശയത്തെ കടം കൊണ്ടാണ് മിഥ്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. അതായത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ റഡാറുകളുടെയും സെൻസറുകളുടെയും മുന്നിൽ യഥാർത്ഥ വാർഹെഡാണ് വരുന്നത് എന്ന മിഥ്യാബോധം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ജോലി. യഥാർത്ഥ വാർഹെഡ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവയെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ അതിന്റെ മറവിലൂടെ യഥാർത്ഥ ആണവായുധമോ മാരക സ്ഫോടക വസ്തുക്കളോ വഹിച്ച പോർമുനകൾ ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്യും. റോഡ് മൊബൈൽ, റെയിൽ മൊബൈൽ അഗ്നി മിസൈലുകളാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയുടെ പ്രധാന ആണിക്കൽ. അതിനോടൊപ്പം കടലിൽ നിന്ന് ആണവാക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. കരയിലെ നമ്മുടെ മുഴുവൻ ആയുധങ്ങളും നശിച്ചുപോയാലും തിരിച്ചുള്ള ഒരു ആണവ ആക്രമണത്തിന് രാജ്യം എപ്പോഴും സജ്ജമാണ്. എന്നാൽ ചൈനയും മറ്റ് അയൽ രാജ്യങ്ങളും അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ റഡാറുകളും ഇന്റർസെപ്റ്റർ മിസൈലുകളും വിന്യസിച്ചിരിക്കുന്നതിനാൽ സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അവയെ മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടിയാണ് മിഥ്യ പോലുള്ള കൗണ്ടർ മെഷർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ അന്തരീക്ഷത്തിലേക്ക് റീ എൻട്രി എടുക്കുന്ന സമയത്താണ് മിഥ്യ പ്രവർത്തിക്കുന്നത്. മിസൈലിന്റെ പേലോഡുകൾക്കൊപ്പം യഥാർത്ഥ വാർഹെഡുകളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഡീകോയ്കളും ഉണ്ടാകും. ഇവ ശത്രുവിന്റെ പ്രതിരോധ കമ്പ്യൂട്ടറുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. യഥാർത്ഥമല്ലാത്ത ലക്ഷ്യങ്ങളെ തകർക്കാനായി വിലയേറിയ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവർ പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥ വാർഹെഡിന് സുരക്ഷിതമായി അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടന്നുപോകാൻ സാധിക്കും. അനേകം മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിച്ച് ശത്രുവിനെ കബളിപ്പിക്കുന്നതിലും ചെലവ് കുറച്ചുകൊണ്ട് ശത്രുവിനെ തകർക്കാം എന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. ഇതോടൊപ്പം ഇന്ത്യയുടെ മിസൈലുകൾക്ക് കൂടുതൽ കൃത്യത നൽകാൻ റിസർച്ച് സെന്റർ ഇമാരത്ത് വികസിപ്പിച്ച പുതിയ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇത് മിസൈലുകളെ ശത്രുവിന്റെ ജാമിംഗ് ശ്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. പൂർണ്ണമായും ഇന്ത്യയുടെ സ്വന്തം സാങ്കേതികവിദ്യയിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ പദ്ധതിയാണ് മിഥ്യ. ഇതിന്റെ സിഗ്നൽ പ്രോസസ്സിംഗ് അൽഗോരിതങ്ങളും ജാമിംഗ് ഘടകങ്ങളും വികസിപ്പിക്കുന്നത് ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലാബോറട്ടറിയാണ്. മിസൈൽ കവചങ്ങളും താപ പ്രതിരോധ സാങ്കേതികവിദ്യകളും വികസിപ്പിക്കുന്നത് ഡിഫൻസ് ലാബോറട്ടറി ജോധ്പൂരാണ്. പുതിയ വിവരങ്ങൾ അനുസരിച്ച് മിഥ്യ സംവിധാനം നിലവിൽ വികസനത്തിന്റെ അവസാന സ്റ്റേജിലാണ്. ഡിഫൻസ് ലാബോറട്ടറി ജോധ്പൂരും മറ്റ് ലബോറട്ടറികളും ചേർന്ന് മിസൈലുകളുടെ കൺസീൽമെന്റ് സാങ്കേതിക വിദ്യകളും കോമ്പോസിറ്റ് മെറ്റീരിയൽ ടെസ്റ്റുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് മിഥ്യ ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ സംവിധാനം 2026 പ്രീ ഇൻഡക്ഷൻ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. 2026 അവസാനത്തോടെയോ അല്ലെങ്കിൽ 2027 മധ്യത്തോടെയോ ഈ സംവിധാനം പൂർണ്ണമായും യാഥാർത്ഥ്യമാവുകയും അഗ്നി 5, അഗ്നി പ്രൈം മിസൈൽ വേരിയന്റുകളുമായി സംയോജിപ്പിച്ച് സൈന്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. ആഗോളതലത്തിൽ ഈ സാങ്കേതികവിദ്യ ഇപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മിഥ്യയുടെ വിജയകരമായ വിന്യാസം പൂർത്തിയായാൽ ഇന്ത്യയും ഈ പ്രമുഖ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കടന്നു വരും. ഭാവിയിലെ യുദ്ധങ്ങൾ വിജയിക്കുന്നത് വെറും ആയുധങ്ങളുടെ ശക്തി കൊണ്ട് മാത്രം ആയിരിക്കില്ല. അത് എതിരാളിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മിഥ്യ പോലുള്ള ആയുധങ്ങളുടെ പിൻബലത്തിൽ കൂടിയായിരിക്കും.